പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്നും ആരംഭിച്ച നവരാത്രി വിഗ്രഹഘോഷയാത്ര പുരോഗമിക്കുകയാണ്. വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് യാത്ര പുരോഗമിക്കുന്നത്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ശരിയാണ്. പ്രശാന്ത്, യാത്ര ഇപ്പോൾ എവിടെയാണ് എത്തിയിരിക്കുന്നത്? ഭക്തരുടെ വലിയ സ്വീകരണം തന്നെയാണ് യാത്ര ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. യാത്ര നിലവിൽ മാർത്താണ്ഡത്തിന് സമീപം കൊഴുത്തുറയ്ക്ക് സമീപം സ്വാമിയാർ മഠത്തിലാണ് എത്തിയിരിക്കുന്നത്. വളരെ ആവേശോജ്വലമായ സ്വീകരണങ്ങളാണ് യാത്ര പോകുന്ന സ്ഥലങ്ങളിലെല്ലാം കാണാൻ കഴിയുന്നത്. ഇപ്പോൾ സ്വാമിയാർ മഠത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് യാത്രാ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇനിയൊരു 4 കിലോമീറ്റർ മാത്രമാണ് കൊഴുത്തുറയ്ക്കുള്ളത്. അവിടെയായിരിക്കും ഇന്നത്തെ ദിവസത്തെ സമാപനമുണ്ടാകുക. തുടർന്ന് നാളെ രാവിലെയോടുകൂടി യാത്ര ആരംഭിക്കും. നമുക്ക് ഈ യാത്ര ഇന്ന് രാവിലെ പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്നും പുറപ്പെട്ടത് മുതൽ ലഭിക്കുന്ന സ്വീകരണം അത് അതേപോലെ തന്നെ ആവേശോജ്വലമായി തുടരുകയാണ്. നാടും നഗരവും എല്ലാം ഈ യാത്രയെ സ്വീകരിക്കാൻ ഒന്നാകെ വന്നു നിൽക്കുന്ന ഒരു കാഴ്ചയെ നമ്മൾ ദൃശ്യങ്ങളിലൂടെ പങ്കുവച്ചിരുന്നു. അതുപോലെ തന്നെയാണ് സ്വാമിയാർ മഠത്തിലേക്ക് എത്തുമ്പോഴും വീടിന് പുറത്തേക്ക് ഭക്തർ ഇറങ്ങി വന്ന് കണ്ണുകൾ അടച്ച് പ്രാർത്ഥനാ നിർഭരരായി നിൽക്കുന്ന ഒരു കാഴ്ചയുമുണ്ട്. വളരെ മനോഹരമായ ദൃശ്യമാണ്. അതായത് ഈ രാജവീഥികളിലെല്ലാം മണിക്കൂറുകളോളമാണ് ഈ ഘോഷയാത്രയെ കാത്തു നിൽക്കുന്നത്. നിരവധി ആളുകൾ ഇവിടെല്ലാം തടിച്ചു കൂടുന്ന സാഹചര്യമുണ്ട്. അടുത്തതോടുകൂടി യാത്ര കടന്നു പോകുന്ന സ്ഥലങ്ങളിലെല്ലാം വലിയ സ്വീകരണങ്ങൾ ലഭിക്കുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ അറിയാം, ഈ കാണുന്ന ആനപ്പുറത്താണ് തിടമ്പേറ്റിയിരിക്കുന്ന സരസ്വതി ദേവിയെ തിടമ്പേറ്റിയിരിക്കുന്നത്. ആ തിടമ്പേറ്റിയ സരസ്വതി ദേവിക്ക് പിന്നാലെയാണ് കുമാരസ്വാമിയും. ആ കുമാരസ്വാമിക്ക് പിന്നാലെ കുണ്ടണി നങ്ക എന്ന് മലയാളികൾ വിശേഷിപ്പിക്കുന്ന അവരുടെ ദേവത ഇരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു യാത്ര വരുന്നത്. എവിടെ ചെല്ലുന്നിടത്തെല്ലാം, അതായത് യാത്ര പുറപ്പെടുന്നിടത്തെല്ലാം ഈ സ്വീകരണം വലിയ തോതിൽ ലഭിക്കുന്നുണ്ട്. വലിയ സ്വീകരണങ്ങളാണ് ലഭിക്കുകയും ചെയ്യുന്നത്. നവരാത്രി ഘോഷയാത്രയുടെ തുടക്കം മുതൽ തന്നെ ശുചീന്ദ്രത്തിൽ നിന്നും എപ്രകാരമാണോ സ്വീകരണങ്ങൾ ലഭിച്ചത് അതിന് സമാനമായ സാഹചര്യമാണ് ഇനി ഇവിടെ നിന്ന് ലഭിക്കുന്നത്. ഇന്ന് മാർത്താണ്ഡത്ത് കുഴുത്തുറയിലാണ് ഈ യാത്ര അവസാനിക്കുന്നത്. നാളെ യാത്ര ആരംഭിക്കുന്നതോടുകൂടി വൈകുന്നേരത്തോടുകൂടി കേരളത്തിന്റെ മണ്ണിലേക്ക് യാത്ര പ്രവേശിക്കുകയും ചെയ്യും. ആ യാത്ര പ്രവേശിക്കുന്നതോടുകൂടി മറ്റൊരു രീതിയിലേക്ക്, മറ്റൊരു തലത്തിലേക്ക് യാത്ര മാറുന്ന ഒരു സാഹചര്യമുണ്ടാകും. അനന്തപുരിയുടെ മണ്ണിലേക്ക് ഈ യാത്ര നാളത്തരം കഴിയുമ്പോഴേക്കും മറ്റന്നാളോടുകൂടി എത്തുകയും ചെയ്യും. വലിയ ആവേശോജ്വലമായ സ്വീകരണമാണ് എല്ലായിടങ്ങളിൽ നിന്നും ലഭിക്കുന്നത്. അമ്മയെ കാണുവാനായി, ഒരു നോക്ക് കാണുവാനും തൊഴുവാനുമായി 100 കൂട്ടം ആളുകൾ ഈ രാജവീഥികളിൽ ഓരോയിടത്തും ഇങ്ങനെ നിൽക്കുന്ന കാഴ്ചയാണ്. അതായത് വിളക്കുകൾ കത്തിച്ചും പടുക്ക വെച്ചുമെല്ലാം ഈ യാത്രയെ വരവേറ്റുകയാണ്. വൈകുന്നേരമായതോടുകൂടി ലഭിക്കുന്ന സ്വീകരണങ്ങൾ വലിയ സ്വീകരണങ്ങൾ. അതായത് ഓരോ സ്ഥലങ്ങളിലും 100 കൂട്ടം ആളുകൾ അമ്മയെ ഒരു നോക്ക് കാണുവാനും പ്രാർത്ഥിക്കുവാനുമായെല്ലാം നിൽക്കുകയാണ്. അനന്തപുരിയിലേക്ക് യാത്ര ഉടൻ, അതായത് നാളെ വൈകുന്നേരത്തോടു കൂടി അനന്തപുരിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. അനന്തപുരിയുടെ മണ്ണിലേക്ക്, അനന്തപത്മനാഭന്റെ മണ്ണിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. നവരാത്രി ഉത്സവ ഘോഷയാത്ര അത് പത്മനാഭന്റെ മണ്ണിലേക്ക് എത്തുന്നതും കണ്ണട്ടിരിക്കുകയാണ് മലയാളികൾ. പല സ്ഥലങ്ങളിൽ നിന്നും അതിന് മുന്നോടിയായി തന്നെ ഈ യാത്രയെ സ്വീകരിക്കാനായെല്ലാം നിരവധി ആളുകൾ ഇവിടേക്കെല്ലാം ഓടിയെത്തുന്നുണ്ട്. വലിയ സ്വീകരണം, വലിയ ഒരു ആവേശോജ്വലമായ സ്വീകരണവുമാണ് ലഭിക്കുന്നത്. നവരാത്രി ഘോഷയാത്രയുടെ ഒരു ചരിത്രം തന്നെ നമുക്കറിയാം. കേരളത്തിൽ തന്നെ തെക്കൻ കേരളത്തിലേക്ക് വരുവാണെങ്കിൽ, തെക്കൻ കേരളത്തിൽ തിരുവിതാംകൂറിലേക്ക് വരുമ്പോൾ അതൊരു വലിയ പ്രാധാന്യം ഈ നവരാത്രിക്ക് നൽകുന്നുണ്ട്. ആ നവരാത്രിയുടെ ആ പ്രാധാന്യമെല്ലാം വിളിച്ചോതുന്നതിന് മുമ്പായിട്ടാണ് ഈ 10 ദിവസത്തെ നവരാത്രി ഉത്സവങ്ങൾ നടക്കുന്നതിന് മുമ്പുള്ള പ്രാഥമികമായാണ് ഈ വിഗ്രഹം അവിടേക്ക് എത്തിക്കുന്നത്. പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്നുമാണ് ദേവിയെ തേവാരക്കെട്ടിൽ നിന്നുമാണ് സരസ്വതി ദേവിയെ അവരുടെ രാജഭരണകാലത്ത് രാജാക്കന്മാരുടെ പരദേവതയായി ആരാധിച്ചു വന്ന സരസ്വതി ദേവതയെ എഴുന്നള്ളിക്കുന്നത്. അതിനു മുന്നോടിയായി ദേവതയ്ക്ക് അകമ്പടി സേവിച്ചുകൊണ്ട് കുമാരസ്വാമിയും വേളിമല കുമാരസ്വാമിയും അതുപോലെ തന്നെ കുണ്ടണി നങ്കയും ഉണ്ടാകും. അതായത് ശുചീന്ദ്രത്തിൽ നിന്നും തിരിച്ച 300 നങ്ക എന്ന് പറയും.
മുൻ ഉദിത്ത നങ്കൈ എന്ന്, ആദിപരാശക്തി എന്ന അർത്ഥത്തിൽ മുൻ ഉദിത്ത നങ്കൈ എന്ന്, മുൻപേ പിറന്ന കന്യക അല്ലെങ്കിൽ ആദിയിൽ ഉദയം ചെയ്ത കന്യക എന്നെല്ലാം വിശേഷിപ്പിക്കുന്ന ആദിപരാശക്തിയായ അമ്മ, ആദീശ്വരിയായ അമ്മ, ആ അമ്മയാണ് ആദ്യം എഴുന്നള്ളിയത്. ഈ യാത്രയെ ദേവതയ്ക്ക്, സരസ്വതി ദേവിയോടൊപ്പം യാത്ര ചെയ്യാനായിട്ട് ആദ്യം എഴുന്നള്ളിയത് കുണ്ടണി നങ്കയാണ്. അതിനുശേഷമാണ് ഇന്ന് രാവിലെയോടുകൂടി വേളിമല കുമാരസ്വാമിയും അവിടേക്ക് എത്തുന്നത്. പത്മനാഭപുരം കൊട്ടാരത്തിന് സമീപത്തെ നീലകണ്ഠസ്വാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യം ഈ കുണ്ടണി നങ്കയും കുമാരസ്വാമിയും എത്തിയത്. ഇന്ന് രാവിലെയോടുകൂടി കുമാരസ്വാമിയും എത്തി. അവിടെ നിന്ന് ഒരുമിച്ച് ഇരുവരും, കുമാരസ്വാമിയും കുണ്ടണി നങ്കയും ഒരുമിച്ച് പത്മനാഭപുരം കൊട്ടാരത്തിലേക്ക് എത്തുകയും അവിടെ നിന്ന് ആചാരവിധി പ്രകാരമുള്ള ചടങ്ങുകൾക്ക് ശേഷം, ഉടവാൾ കൈമാറ്റം അടക്കമുള്ള ചടങ്ങുകൾക്ക് ശേഷം ക്ഷേത്രത്തിലേക്ക് എത്തി. അതായത് കൊട്ടാരക്കെട്ടിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന തേവാരക്കെട്ട് ദേവതയായ, പരദേവതയായ, വാണിദേവിയായ, വാഗ്ദേവതയായ സരസ്വതി ദേവിയുടെ ക്ഷേത്രത്തിലേക്ക് എത്തുകയും അവിടെ ആചാരവിധി പ്രകാരമുള്ള വിശേഷ പൂജകൾക്കും ചടങ്ങുകൾക്കും ഒക്കെ ശേഷം അമ്മ പരദേവത പുറത്തേക്ക് എഴുന്നള്ളി ആനപ്പുറത്ത് തിടമ്പേറ്റി അമ്മ മുന്നിൽ സഞ്ചരിക്കും. അതിനു മുന്നിൽ ആ പരദേവതയുടെ മുന്നിലായി ഉടവാളേന്തിയ ദേവിയുടെ ഭക്തർ മുന്നിൽ നിൽക്കും. അതിന് പിന്നാലെയാണ് ഈ കുണ്ടണി നങ്കയും അതുപോലെ തന്നെ കുമാരസ്വാമിയും അമ്മയെ അനുഗമിക്കുക. ഇങ്ങനെ കാൽനടയായി ഭക്തജന ലക്ഷങ്ങളുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് കാൽനടയായി അമ്മയുടെ ആ വരവും കാത്ത് രാവിലെ മുതൽ തന്നെ അക്ഷമരായി നിരവധി ആളുകളാണ് കാത്തു നിന്നത്. ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴുമെല്ലാം അവരവരുടെ പരദേവതയെ ഒരുങ്ങി കാണുവാൻ, അതായത് വർഷത്തിൽ ഒരു തവണ മാത്രം ലഭിക്കുന്ന അപൂർവമായ സൗഭാഗ്യം, ആ വർഷത്തിൽ ഒരു തവണ മാത്രം ലഭിക്കുന്ന അപൂർവ സൗഭാഗ്യത്തിന് ആ സൗഭാഗ്യം നേടിയാൻ നിരവധി ആളുകൾ ഓരോ സ്ഥലത്തും ഓരോ സ്ഥലങ്ങളിലും ഈ രാജവീതികളുടെ നവരാത്രി ഘോഷയാത്ര പുരോഗമിക്കുകയാണ്. തക്കലിൽ നിന്നും പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്.